മുണ്ടക്കൈ ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ കുടുംബങ്ങൾ നടത്തുന്ന ഗൃഹപ്രവേശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളുടെയും ചടങ്ങാണ് നടക്കുന്നത്. അല്പസമയത്തിനകം നടക്കുന്ന സ്നേഹവിരുന്നിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. ഫൈസൽ നെടുമ്പാല കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഫൈസൽ, ഒരു അതിജീവനത്തിന്റെ പാത തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ, അവരുടെ കണ്ണുകളിൽ ചെറിയ ഈറനണിയുന്നുണ്ടെങ്കിലും അത് സന്തോഷത്തിൻ്റെത് കൂടിയാണ്. ഇപ്പോൾ വീടുകൾ കൈമാറുന്ന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എപ്പോഴാണ് സ്നേഹവിരുന്ന് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നത്? തീർച്ചയായും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് ഇവർക്ക് കടന്നു വന്നിരിക്കുന്നത്. നേരത്തെ വീടുകളൊക്കെ തന്നെ കൈമാറിയതാണ്. ഫെബ്രുവരി 28-ാം തീയതി മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പരിപാടി വെക്കുകയും താക്കോൽ ഉൾപ്പെടെ കൈമാറിയതുമാണ്. അപ്പോൾ അതിൻ്റെ ഇന്ന് നടക്കുന്നത് ഈ 51 കുടുംബങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു സ്നേഹവിരുന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 മണിയോടുകൂടി തന്നെ പരിപാടി ഈ സ്നേഹവിരുന്ന് ആരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് വരും. 105 വീടുകളാണ് മുസ്ലിം ലീഗ് ദുരന്തബാധിതർക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഉള്ളത് നമ്മൾ മറ്റൊരു വീട്ടിലാണ്. നമുക്കറിയാം, കൃത്യമായിക്കൊണ്ട് തന്നെ അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീട് കൈമാറിയിട്ടുള്ളത്. 3 ബെഡ്റൂമുണ്ട്, അതുപോലെ 2 ബാത്റൂമുണ്ട്, കിച്ചണുണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്, സിറ്റ് ഔട്ട് ഉൾപ്പെടെ മറ്റ് അതിലേക്ക് ആവശ്യമായ ഫർണിച്ചർ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ്, കട്ടിൽ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വീടുകൾ കൈമാറിയിട്ടുള്ളത്. നേരത്തെ ഇന്നിപ്പോൾ 1 മാസത്തേക്കുള്ള ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി ആയിരുന്നു വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അത് ഇങ്ങോട്ട് 8 മാസം പൂർത്തിയാകുമ്പോൾ 51 വീടുകൾ പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം വാടക വീടുകളിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ വാടക വീടുകളിൽ നിന്ന് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ്. അവർ ആ ഒരു മഹാദുരന്തം കഴിഞ്ഞ് ഒരു 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം അവരുടെ സ്വന്തമായ വീട്ടിൽ അവർ അന്തി ഉറങ്ങാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതുമാത്രമല്ല, ഈ 51 കുടുംബങ്ങൾ ഒരുമിച്ച് താമസം മാറുന്നു എന്നുള്ളതാണ്. കാരണം മറ്റുള്ള പല സന്നദ്ധ സംഘടനകളും വീടൊക്കെ തന്നെ നൽകിയിരുന്നെങ്കിലും ഇത്രയധികം വീടുകൾ ഒരുമിച്ച് നൽകുന്നത് ഈ ഒരു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ 51 വീടുകൾ ഒരുമിച്ച് ആളുകൾ താമസം മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ വീടുകൾ കൈമാറിയതിനും താമസം മാറാൻ ആളുകൾക്ക് ചെറിയ സാങ്കേതികമായിട്ട് അവർക്ക് പ്രയാസമുണ്ടായത്. പരീക്ഷ, എലക്ഷൻ ഉൾപ്പെടെയുള്ള തിരക്കുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ തിരക്കുകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് മറ്റൊരു ദിവസം ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് സൗകര്യമുള്ള ഒരു തീയതി തീരുമാനിക്കുകയും അതിനനുസരിച്ച് ഇന്ന് ഏപ്രിൽ 27-ലേക്ക് അവർ ആ ഒരു ദിവസത്തേക്ക് മാറുകയുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ രാവിലെ മുതൽ എല്ലാ വീടുകളിലും നമ്മൾ കയറി പല ആളുകളോടും പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ചോദിച്ചു. അവരൊക്കെ തന്നെ വലിയ സന്തോഷം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇനി സമാധാനമായി അവർക്ക് ഉറങ്ങാമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നേരത്തെയൊക്കെ ആളുകളുടെ ആ ഒരു സന്തോഷം നമ്മൾ കണ്ടു. അത് ഇനിയും നമ്മൾ കൂടുതൽ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വലിയ ആ ഒരു ആത്മസംതൃപ്തി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണിന് ഈറനണിയിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ആനന്ദ കണ്ണീര് വരുന്ന രീതിയിൽ അവരുടെ സന്തോഷമൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അത് അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ച ശേഷമായിരുന്നു അവർ ഈ വീടുകളിലേക്ക് കയറിയത്. 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് അവരുടെ വീട് കൂടൽ ചടങ്ങൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വീടുകളിലേക്ക് മാറാൻ വലിയ സന്തോഷം ഉണ്ടാവില്ലേ? സന്തോഷമുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ വാടക വീടിൽ നിന്ന് മാറി സ്വന്തമായൊരു വീട്ടിലേക്ക് വരികയാണ്. എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാലോ, അങ്ങനെ വലിയൊരു ഉപകാരം, സന്തോഷമല്ല, തന്നോടൊക്കെ നന്ദി പറയാനേ ഞങ്ങൾക്കുള്ളൂ. ഇത്രയും ദുരന്തത്തിൽ ഞങ്ങൾ വന്ന് ഒരാൾ നഷ്ടപ്പെട്ടു, ഒന്നും സാരമില്ല. ആ വിഷമവും ഞങ്ങൾക്കുണ്ട്. എല്ലാം കൂടി ആടേണ്ട ആൾക്കാരാണ്, ഓലില്ല. എന്നാലും ഞങ്ങൾക്ക് വീട് കിട്ടിയല്ലോ. എല്ലാവരും തന്ന ആൾക്കാരോടൊക്കെ നന്ദി പറയാനുള്ളൂ. പഴയതുപോലെ തന്നെ എല്ലാവരും ഞങ്ങൾ അയൽവാസികളും ഞങ്ങൾ അവിടെ അങ്ങനെ ജീവിച്ച ആൾക്കാർ അവരൊക്കെ ഒന്നിച്ചുണ്ട്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല. ഓരോ ദിവസം പണിക്ക് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടി വീട്ടിൽ. ഇന്ന് തൊട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടല്ലോ. കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞങ്ങൾ ഒത്തുകൂടി ഞങ്ങൾ ജീവിക്കേണ്ട ഒരു സ്ഥലമായി മാറി. അതങ്ങനെ അവർ തന്ന് ഞങ്ങളെന്നും ഞങ്ങൾ പ്രാർത്ഥനയിൽ അവരെല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അള്ളാഹ് കൊടുക്കട്ടെ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്ര തന്നെ. ദിവസം വാടക വീട്ടിലായിരുന്നു. ഞങ്ങൾ പാലവായിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു.
ഇപ്പോൾ എല്ലാ സൗകര്യമായി. അവിടുന്ന് പെട്ടെന്ന് ഞങ്ങൾ കിട്ടിയ പാടന്നെ വേഗം ഒഴിയാനുള്ളൊരു ഇതായി ഞങ്ങൾക്ക് തന്നത്. ഭയങ്കര ഉപകാരം, സന്തോഷം തന്നെ പറയാനുള്ളൂ. അവരുടെ ആ ഒരു വാക്കുകൾ തന്നെ നമുക്ക് എടുത്തു പറയാം. കാരണം അത്രത്തോളം മനസ്സറിഞ്ഞ് പറഞ്ഞ വാക്കുകളാണ്. ഇനി ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ട്, കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ആ ഒരു രാത്രി ഉരുളെടുത്തപ്പോൾ അതിൽ നിന്ന് അവർ ഓടി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഓടി വന്ന കുറേ മനുഷ്യരെയാണ് ഇവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടത്, അല്ലെങ്കിൽ എത്തരത്തിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ എങ്ങനെയെല്ലാം ചേർത്ത് പിടിക്കണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ ഒരു മാതൃക തന്നെ നമുക്ക് മുമ്പിൽ വെക്കുകയാണ്. വീട് മാത്രമല്ല, മറ്റ് സാമ്പത്തിക സഹായമായാലും വാഹനങ്ങളുടെ കാര്യമായാലും ചികിത്സാ സൗകര്യമായാലും അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഒരു ദുരന്തമുഖത്ത് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗ് ഈ ഒരു മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്കത് വ്യക്തമായി നമ്മളെ കണ്ട മതിയാകില്ല. സന്തോഷത്തിലാണ്. ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടു എങ്കിലും, വിലമതിക്കാത്തതാണ് നഷ്ടപ്പെട്ടതെങ്കിലും, ഒരു വീടെന്ന സ്വപ്നം അതിപ്പോൾ സാധ്യമായിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് അവിടെയുള്ളവരെല്ലാവരും തന്നെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട സ്നേഹവിരുന്ന് അല്പസമയത്തിനകം തന്നെ നടക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഫൈസൽ നെടുമ്പാലയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.